നമ്മൾ പരിശോധിച്ചതുപോലെ ഇനി തുടർച്ചയായി നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് അവിടെ നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ ലീഗ് നടത്തുന്നു. ഇന്നലെ നടക്കാനിരുന്നതാണ് യുഡിഎഫിന്റെ ഉന്നതാധികാര സമിതി യോഗം. യുഡിഎഫ് യോഗത്തിൽ പ്രധാനമായും സീറ്റ് ചർച്ചയായിരുന്നു നടക്കേണ്ടിയിരുന്നത്. സീറ്റ് പ്രഖ്യാപനത്തിന് ശേഷം കോട്ടയത്ത് കേരള കോൺഗ്രസും ഒപ്പം തന്നെ മലബാറിൽ മുസ്ലിം ലീഗും അവരുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാനിരുന്നതാണ്. പക്ഷേ അതിൽ യുഡിഎഫ് യോഗം നീണ്ടുപോയതാണ് തടസ്സമായി മാറുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് കടുത്ത സമ്മർദ്ദത്തിലാണ്. അവർ 3-ാം സീറ്റ് എന്ന ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ന്യൂസ് 18 തന്നെ പുറത്തുവിട്ടതാണ് ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യം. ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇക്കാര്യം ന്യൂസ് 18നോട് തന്നെ തുറന്നു പറഞ്ഞതാണ്. എന്തായാലും ആ നിലപാടിൽ നിന്നും ലീഗ് പിന്നോട്ട് പോയിട്ടില്ല. ലീഗ് ശക്തമായി തന്നെ 3-ാം സീറ്റ് ആവശ്യം ഉന്നയിക്കുകയാണ്. ആ നിലപാടിൽ നിന്നും പിന്നോട്ട് പോവേണ്ടതില്ല എന്നതാണ് ലീഗ് തീരുമാനം. ഇന്നോ നാളെയോ നടക്കുന്ന യുഡിഎഫ് യോഗത്തിൽ ഈ വിഷയം ശക്തമായി തന്നെ ലീഗ് നേതൃത്വം ഉന്നയിക്കുന്നു. ലീഗിന്റെ ഈ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുമോ എന്ന രാഷ്ട്രീയ ചോദ്യം സ്വാഭാവികമായും പ്രസക്തമാണ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ വഴങ്ങാതെ എന്തെങ്കിലും സെറ്റിൽമെന്റ് ഉണ്ടായാൽ ലീഗിന് മറ്റെന്ത് പരിഗണന നൽകുമെന്ന കാര്യം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഒരു രാജ്യസഭാ സീറ്റ് കൂടിയാണോ, അങ്ങനെയെങ്കിൽ അതിന് കോൺഗ്രസിന് കഴിയുമോ എന്ന ചോദ്യമുണ്ട്. ഒപ്പം തന്നെ ലീഗിൽ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച പുതുമുഖങ്ങളെ മത്സരിപ്പിക്കാനും ഇത്തവണ നീക്കമുണ്ടെന്നുള്ളതാണ്. അതായത് മലപ്പുറം, പൊന്നാനി ഇങ്ങനെ 2 സീറ്റുകളാണ് നിലവിൽ ലീഗിനുള്ളത്. ആ 2 സീറ്റുകളിൽ ഒരിടത്ത് ഒരു പുതുമുഖത്തിന് പരിഗണന കിട്ടുമെന്നതാണ്. ഫിറോസ് ബാബുവോ അല്ലെങ്കിൽ PK ഫിറോസോ KM ഷാജിയോ അങ്ങനെ പല പേരുകളും ലീഗ് കേന്ദ്രങ്ങളിൽ ചർച്ചയാവുന്നുണ്ട്. പുതുമുഖങ്ങളെ എന്തുകൊണ്ട് പരീക്ഷിക്കുന്നില്ല, അവസരം നൽകുന്നില്ല എന്ന വിമർശനം ദീർഘനാളുകളായി ലീഗ് കേൾക്കുന്നതാണ്. ഇക്കാര്യങ്ങളിലൊക്കെ എന്ത് എന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമാണ് നമ്മൾ ഈ മണിക്കൂറിൽ പരിശോധിക്കുന്നത്. CV അനുമോദ് മലപ്പുറത്തുണ്ട്. അനുമോദ്, ഇന്നലെ നടക്കേണ്ടിയിരുന്ന UDF യോഗം, ഇന്നലെ ഈ നിയമസഭാ കക്ഷി യോഗം, നിയമസഭാ സമ്മേളനം നീണ്ടുപോയതിനാൽ നടക്കാനായിട്ടില്ല. എന്തായാലും ലീഗ് വിഷയം ശക്തമായി ഉന്നയിക്കാൻ തന്നെ നിലപാടെടുക്കുന്നു. പതിവ് പോലെ ലീഗിന്റെ ഒരു സമ്മർദ്ദം എന്നതിനപ്പുറത്തേക്ക് അതിനും അപ്പുറം ഈ നിലപാട് ശക്തമായി ഉന്നയിച്ച് പിന്നോട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കാൻ തന്നെയാണോ ലീഗിന്റെ തീരുമാനം? അത്ര ശക്തമായ നിലപാടിൽ തന്നെയാണോ മുസ്ലിം ലീഗ് ഉള്ളത്? അനുമോദ്, ലീഗിനെ സംബന്ധിച്ച് ഇനി ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ലീഗിനറിയാം. അതുകൊണ്ട് തന്നെയാണ് മുൻപൊന്നുമില്ലാത്ത രീതിയിൽ 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുന്നത്. നമുക്കറിയാം, ആദ്യമൊക്കെ മുൻകാലങ്ങളിലൊക്കെ ഈ ഒരു ആവശ്യം ചില നേതാക്കൾ ഉന്നയിക്കും. പക്ഷേ നേതൃനിരയുള്ളവർ അത് സമവായത്തിലൂടെ പരിഹരിക്കാമെന്ന് പരസ്യമായിട്ട് പറയും. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയെ കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ 3-ാം സീറ്റ് എല്ലാ തവണയും ചോദിക്കുന്ന പോലെ അല്ലെന്ന് പരസ്യമായിട്ട് പറയുന്നൊരു സാഹചര്യം ഉണ്ടായത് വളരെ ശ്രദ്ധേയമായ ഒന്നായിട്ട് വേണം കാണാൻ. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് 3-ാം സീറ്റ് ഇത്തവണ വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണെന്ന് അവർക്ക് അറിയാം. മാത്രമല്ല, ഇത് കാലങ്ങളായിട്ട് അവർ ഉന്നയിക്കുന്നു. UDF നേതൃത്വം ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ആ സീറ്റ് അവകാശപ്പെട്ടതാണെങ്കിലും ഞങ്ങൾക്ക് തരാൻ നിവൃത്തിയില്ല, സഹകരിക്കണമെന്ന് പറഞ്ഞ് സമവായത്തിൽ പിരിയുന്ന ഒരവസ്ഥ. പക്ഷേ ഇത്തവണ അങ്ങനെ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് ലീഗ് നേതൃത്വമുള്ളത്. അത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന MLA-മാരുടെ യോഗത്തിലാവട്ടെ, മലപ്പുറത്ത് ചേർന്ന ലീഗിന്റെ നേതൃയോഗത്തിലാവട്ടെ ഇതേ വികാരമാണ് പങ്കുവച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ ഒരു ചർച്ചകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത 2-3 ദിവസം ഈ ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ്. കാരണം ലീഗിലെ പ്രധാന നേതാക്കൾ സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ടി മുഹമ്മദ് ബഷീറും എല്ലാം തന്നെ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. ലീഗിന്റെ തന്നെ ആസ്ഥാന മന്ദിരത്തിന്റെ രജിസ്ട്രേഷനും മറ്റു നടപടികളൊക്കെ നാളെയാണുള്ളത്. അതുകൊണ്ട് അവർ ഈ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. PM സലാമും ദുബായിലേക്ക് പോകാനിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ 2 ദിവസങ്ങളിൽ, അതായത് ഈ PCC അധ്യക്ഷനും അതുപോലെ തന്നെ VD സതീശനും മലപ്പുറത്ത് സമരാഗ്നിയുമായിട്ട് എത്തുന്ന ദിവസങ്ങളിൽ ലീഗ് നേതൃത്വത്തിന്റെ പ്രധാന നേതാക്കളൊന്നും ഇവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ചർച്ച ഈ 2 ദിവസം ഉണ്ടാകാനുള്ള സാധ്യത കുറവ്. അതിപ്പോൾ വീണ്ടും ഈ ഒരു സമവായത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാണെങ്കിലും ലീഗിനെ സംബന്ധിച്ച് 3-ാം സീറ്റ് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവർ അതിൽ ഉറച്ചു നിൽക്കും. ഒരുപക്ഷെ രാജ്യസഭാ സീറ്റ് എന്ന വലിയ വാഗ്ദാനമൊക്കെ എല്ലാ തവണത്തെയും പോലെ കോൺഗ്രസ് നൽകും. പക്ഷേ നിരാകരിക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്തുതന്നെയാണെങ്കിലും ഇത് ഇത്തവണ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ലീഗിനെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷമായിട്ട് ഇടതുമുന്നണിയിലേക്ക് ക്ഷണവും മറ്റ് സംഭവവികാസങ്ങളും ഒക്കെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നതും അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ നമ്മൾ തന്നെ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ 3-ാം സീറ്റ് എന്ന ആവശ്യത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു പരിണാമം വേണ്ട രീതിയിലൊരു പരിഗണന കിട്ടിയില്ലെങ്കിൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് ലീഗിനെ സംബന്ധിച്ച് മുന്നണി മാറാനുള്ള ഒരു കാരണം വരെ ഇതാക്കി ഉന്നയിക്കാനുള്ള ഒരു സാധ്യത, ഒരു സാഹചര്യം. തീർച്ചയായിട്ടും അനുമോദ് ഒന്ന് തുടരുക. NP ചേക്കുട്ടി, മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്.